വിപണിയിലെ ഈ മത്സരോട്ടത്തില് നമ്മൾ ശരിക്കും എവിടെയാ നിൽക്കുന്നേ? നമ്മുടെ എതിരാളികളെ പിന്നിലാക്കി ഒന്നാമതെത്താൻ എന്താ ഒരു വഴി? ശരി, ഇന്ന് നമ്മൾ ഒരുമിച്ചിരുന്ന് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താൻ പോവാണ്. അപ്പോ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം ഇതാണ്. ഒരു വെല്ലുവിളി തന്നെയാണ്. നമുക്കൊരുമിച്ച് ഇതിന്റെ ഓരോ വശവും നന്നായിട്ടൊന്ന് പരിശോധിച്ചൊരു ഉത്തരം കണ്ടെത്താം. ഈ ഉത്തരം കണ്ടെത്തണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്താ? കളിക്കളത്തിലുള്ള ഓരോരുത്തരെയും നന്നായിട്ടൊന്ന് അറിയണം. നമ്മുടെ എതിരാളികൾ ആരാണെന്ന് കൃത്യമായി മനസ്സിലാക്കുന്നിടത്താണ് ശരിക്കും പറഞ്ഞാൽ എല്ലാം തുടങ്ങുന്നത്. നമ്മുടെ പ്രധാന എതിരാളികളിൽ ഒന്നാമൻ. നമുക്ക് അയാളെ തന്നെ ഒന്ന് സൂക്ഷ്മമായി കീറിമുറിച്ചു പരിശോധിക്കാം. എന്താണ് അവരുടെ യഥാർത്ഥ ശക്തി? എവിടെയാണ് അവരുടെ വീക്ക്നെസ്? നോക്കാം. ഓക്കെ, ഇവിടെയാണ് കളി ശരിക്കും മാറുന്നത്. ഈ കാണുന്ന പട്ടിക വെറുമൊരു ഡാറ്റ അല്ലാട്ടോ, അവരുടെ വിപണിയിലുള്ള സ്വാധീനം കണ്ടില്ലേ? അതവരുടെ ഒരു കോട്ട പോലെയാണ്. പക്ഷേ ആ ദൗർബല്യങ്ങൾ ശ്രദ്ധിച്ചോ? ആഹാ, അതാണ് നമുക്ക് കയറി ചെല്ലാനുള്ള വഴി. ഇതിലെ ഓരോ പോയിന്റും നമ്മുടെ അടുത്ത നീക്കത്തിനുള്ള ഓരോരോ സൂചനകളാണ് ശരിക്കും. ഇനി അടുത്തയാൾ, നമ്മുടെ രണ്ടാമത്തെ പ്രധാന എതിരാളി. അവർ ഉയർത്തുന്ന വെല്ലുവിളി നോക്കിയാൽ അത് തികച്ചും വ്യത്യസ്തമാണ്. ഇവരുടെ രീതികൾ കണ്ടോ? ഇത് ആദ്യത്തെ എതിരാളിയിൽ നിന്ന് എത്രയോ വ്യത്യാസമുണ്ട്. ചിലപ്പോ ഇവരുടെ വില കുറവായിരിക്കാം, പക്ഷേ കസ്റ്റമർ സർവീസിന്റെ കാര്യത്തിൽ അവർ അത്ര പോരാ എന്നും വരാം. ഈ വ്യത്യാസത്തിലാണ് നിങ്ങൾക്കറിയാമോ നമ്മുടെ അവസരം ഒളിഞ്ഞിരിക്കുന്നത്. പക്ഷേ മത്സരമെന്ന് പറയുന്നത് ഈ നേരിട്ടുള്ള എതിരാളികളിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഉപഭോക്താക്കളുടെ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന ചില പരോക്ഷമായ വെല്ലുവിളികൾ കൂടിയുണ്ട്. അത് നമ്മൾ കാണാതെ പോകരുത്. ചില സമയത്ത് കസ്റ്റമേഴ്സ് നമ്മുടെ പ്രൊഡക്റ്റിന് പകരം തികച്ചും വ്യത്യസ്തമായൊരു സൊല്യൂഷനായിരിക്കും തിരഞ്ഞെടുക്കുന്നത്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ വരുന്ന ഈ അദൃശ്യരായ എതിരാളികളെ തിരിച്ചറിയുന്നതുണ്ടല്ലോ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ശരി, അപ്പൊ കളിക്കളത്തിലുള്ള പ്രധാനികളെ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനി എന്താ വേണ്ടേ? ഒരു നേർക്കുനേർ താരതമ്യം. ഓരോ കാര്യത്തിലും നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് കൃത്യമായിട്ട് തന്നെ നോക്കാം. അപ്പൊ നമുക്ക് ഫീച്ചറുകളിൽ നിന്ന് തന്നെ തുടങ്ങാം. കാരണം ഒരു കസ്റ്റമറുടെ ആദ്യത്തെ ആകർഷണം എന്ന് പറയുന്നത് പലപ്പോഴും ഇതുതന്നെയായിരിക്കും, അല്ലേ? ഇനി വിലയുടെ കാര്യമോ? ഓരോ ഉപഭോക്താവിനെയും സ്വന്തമാക്കാനുള്ള പോരാട്ടത്തിൽ വില ഒരു നിർണായക യുദ്ധക്കളം തന്നെയാണ്, സംശയമില്ല. നമ്മുടെ പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിന്റെ കയ്യിലേക്ക് എങ്ങനെ എത്തുന്നു? എതിരാളികളുടേതോ? ഈ വിതരണ ശൃംഖലയിലെ ഒരു ചെറിയ മുൻതൂക്കം പോലും മത്സരത്തിൽ വലിയൊരു മാറ്റമുണ്ടാക്കാൻ സഹായിക്കും. അവസാനം, ഒരുപക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കസ്റ്റമർ എക്സ്പീരിയൻസ്. അതായത് ആദ്യത്തെ ക്ലിക്ക് മുതൽ വിൽപ്പനയ്ക്ക് ശേഷമുള്ള സർവീസ് വരെ ഉപഭോക്താക്കളെ നമ്മളോടൊപ്പം നിർത്തുന്നതും ചിലപ്പോൾ അവരെ എന്നേക്കുമായി നഷ്ടപ്പെടുത്തുന്നതും ഈ ഒരൊറ്റ അനുഭവമായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഈ പോർക്കളം മൊത്തത്തില് ഒരു പക്ഷിയെപ്പോലെ മുകളിൽ നിന്ന് ഒന്ന് നോക്കിക്കാണാം. അപ്പോൾ ആരാണ് എവിടെയൊക്കെയാണ് നിലയുറപ്പിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും. ദാ ഈ ഒരു ചിത്രം നോക്കിയേ. വിപണിയിലെ വലിയ കളിക്കാർ, അതായത് അധികായന്മാർ. പിന്നെ വളരെ പെട്ടെന്ന് വളർന്നു വരുന്ന പുതിയ സ്റ്റാർട്ടപ്പുകളും. അതോടൊപ്പം ഒരു ചെറിയ കൂട്ടം ആളുകളെ മാത്രം ലക്ഷ്യം വെക്കുന്ന ചിലരും. കണ്ടില്ലേ? ഇതിലോരോ കൂട്ടരെയും നേരിടാൻ നമുക്ക് വേണ്ടത് വേറെ വേറെ തന്ത്രങ്ങളാണ്. ഒരു വലിയ കമ്പനിയെ നേരിടുന്ന പോലെ അല്ലല്ലോ ഒരു പുതിയ സ്റ്റാർട്ടപ്പിനെ നേരിടേണ്ടത്, അല്ലേ? ശരി, ഇപ്പോ ഇത്രയും വിവരങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഇനി വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ്. ഈ വിവരങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്കെങ്ങനെ മത്സരത്തിൽ ഒരു പടി മുന്നോട്ടു പോകാമെന്ന് കണ്ടെത്തണം. എല്ലാ എതിരാളികളും ഏതാണ്ട് ഒരേ കാര്യങ്ങൾക്കു വേണ്ടിയായിരിക്കും മത്സരിക്കുന്നത്. അപ്പോൾ അവർ കാണാതെ പോകുന്ന ചില വിടവുകളുണ്ടാവും. അതായത് കസ്റ്റമേഴ്സ് ആഗ്രഹിക്കുന്ന, പക്ഷേ ആരും ഇതുവരെ നൽകാത്ത എന്തെങ്കിലും ഒന്ന്. ആ വിടവുകൾ എവിടെയാണ്? അതാണ് നമ്മുടെ സ്വർണ്ണഖനി. ദാ ഇവിടെയാണ് നമ്മുടെ വിജയത്തിലേക്കുള്ള വഴി തെളിഞ്ഞു വരുന്നത്. എതിരാളികൾ പരിഹരിക്കാത്ത ഉപഭോക്താക്കളുടെ പ്രശ്നങ്ങൾ, അവർക്ക് കൊടുക്കാൻ പറ്റാത്ത സേവനങ്ങൾ, ഇതൊക്കെയാണ് നമുക്ക് മുതലെടുക്കാൻ കഴിയുന്ന അവസരങ്ങൾ. അപ്പൊ നമ്മള് അവസരം കണ്ടെത്തിക്കഴിഞ്ഞു. ഇനി അത് കൃത്യമായി പിടിച്ചെടുക്കാൻ വ്യക്തമായൊരു പ്ലാൻ തയ്യാറാക്കാം. ഇതാണ് നമ്മുടെ വിജയതന്ത്രം. വളരെ ലളിതമായ 3 ഘട്ടങ്ങൾ. ഒന്നാമത്, എതിരാളികൾ ശ്രദ്ധിക്കാതെ പോയ ആ വിടവുകൾ നമ്മൾ നികത്തുന്നു. രണ്ടാമത്, നമ്മുടെ ഏറ്റവും വലിയ ശക്തി ഉപയോഗിച്ച് അവരെക്കാൾ മികച്ചൊരനുഭവം കൊടുക്കുന്നു. മൂന്നാമത്, അതുവഴി വിപണിയിൽ നമുക്ക് മാത്രമായിട്ടൊരിടം കണ്ടെത്തുന്നു. വിശകലനമൊക്കെ കഴിഞ്ഞു, കളം ഒരുങ്ങിക്കഴിഞ്ഞു. നമ്മുടെ വിജയതന്ത്രവും വ്യക്തമാണ്. ഇനി ഒരു ചോദ്യം മാത്രമേ ബാക്കിയുള്ളൂ. എന്തായിരിക്കും നമ്മുടെ ആദ്യത്തെ ഏറ്റവും നിർണായകമായ നീക്കം?